വെറും 3 ചേരുവ വെച്ചിട്ട് നല്ല കറുമുറായിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കിയാലോ. പണിയെടുക്കാനും മടിയുള്ള ദിവസം ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ, നോമ്പ് സമയങ്ങളിൽ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് നോക്കിയാൽ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കാര്യമായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങ് തന്നെയാണ്. ഒന്ന് മുഴുവൻ എടുത്തിട്ടുണ്ട്, ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് പോക്കിയെടുക്കണം. അതിന് ശേഷം അതൊന്ന് ഗ്രേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ശരിക്കും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം പോക്കാൻ വേണ്ടി വെക്കണം. ഒരിച്ചിരി വെള്ളം പാടില്ല കേട്ടോ. വെള്ളം പോക്കി കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു തണ്ട് കറിവേപ്പില വേണം. ഇതൊക്കെ ഓപ്ഷനാണ്, നിർബന്ധമില്ല. എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക് അതും വേണ്ടെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. കാര്യമായിട്ട് വേണ്ടത് നമുക്ക് ഗാർലിക് പൗഡറാണ്. പിന്നെ വേണ്ടത് പത്തിരിപ്പൊടിയും. 1 ടീസ്പൂണ് ഗാർലിക് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പത്തിരിപ്പൊടിയാണ്. അത് നമുക്ക് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ചേരുവ നിർബന്ധമായിട്ട് വേണം കേട്ടോ. ഉരുളക്കിഴങ്ങ്, ഗാർലിക് പൗഡർ, പത്തിരിപ്പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞതിന് ശേഷം ചൂടായി കിടക്കുന്ന ഓയിലിട്ട് ഇത് പൊരിച്ചെടുക്കുക കേട്ടോ. ഇതെന്ത് കറുമുറ അറിയാം. ഇത് 1 ദിവസം 2 ദിവസം അങ്ങനെ വെച്ചാലും ആ കറുമുറൊന്നും മാറുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് 2-3 ദിവസം വെച്ചാലും ഒന്നും ആകത്തുമില്ല കേട്ടോ, അതും വേണം പറയാൻ. അപ്പോൾ ഇതാണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ നുള്ളി ഇട്ടിട്ടാണ് ഇതിങ്ങനെ പൊരിച്ചെടുക്കുന്നത്. നമ്മുടെ പക്കവടയൊക്കെ ഉണ്ടാക്കുമല്ലോ അതേപോലെ. ഒരു രക്ഷയില്ലാത്ത രുചി തന്നെയാണ് കേട്ടോ ഈ ഒരു സ്നാക്സ്. പിന്നെ അതുപോലെ കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ വേണമെന്നേ ഇല്ല കേട്ടോ. വേണമെങ്കിൽ മാത്രം ഇട്ടെടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കിയാലും ഈ ഒരു രുചി കിട്ടും. നമുക്ക് കാര്യമായിട്ട് ആ രുചി കിട്ടുന്നത് ഗാർലിക് പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടല്ലോ നല്ല രുചിയാണ്. അപ്പോൾ ഈ 2 സൈഡും നല്ല മൊരിപ്പിക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ നിന്നിട്ട്, ഇപ്പോൾ നോമ്പല്ലേ, ഹെവി ആയിട്ടുള്ള സ്നാക്സൊക്കെ ആയിരിക്കുമല്ലോ അധികം ഉണ്ടാക്കുക. അപ്പോൾ ഇടയ്ക്കൊരു മടി വരുന്ന ദിവസം ഇത് ഉണ്ടാക്കിക്കോളൂ. ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ, സൂപ്പറാണ്. പിന്നെ ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ 2 ദിവസത്തേക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചോളൂ, ഒന്നും ആകുമൊന്നുമില്ല. പിന്നെ ഒരു മൊഞ്ചിന് വേണ്ടിയിട്ടൊരു പച്ചമുളകും കൂടെ പൊരിച്ച് അങ്ങനെ അതിൻ്റെ മുകളിൽ ഇടുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു മൊഞ്ചിന് വേണ്ടിയിട്ട് മാത്രം, അത് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതാ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത്. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും, കുറഞ്ഞ ചേരുവ കൊണ്ടും ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ബൈ ബൈ, അസ്സലാമു അലൈക്കും.